ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മോഹൻലാലിന്റെ ആദ്യ പ്രതികരണം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണും. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക അവതരണത്തിന് ശേഷമായിരിക്കും മോഹൻലാൽ മാധ്യമങ്ങളെ കാണുക. കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് മുതൽ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. താര രാജാക്കന്മാർ എന്ത് പറയും എന്നതിന് അറിയാൻ. പക്ഷേ മോഹൻലാലിന്റെ പ്രതികരണം വൈകുകയായിരുന്നു. അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് തിരുവനന്തപുരത്ത് മോഹൻലാൽ എത്തുന്നു. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ? ലിബീഷ്, തീർച്ചയായിട്ടും ഇന്ന് തിരുവനന്തപുരത്ത് മോഹൻലാൽ എത്തുന്നുണ്ട്. പ്രധാനമായും മോഹൻലാൽ 3 പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ അറിയിപ്പ് ഉണ്ടായിരുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു KCLന്റെ ക്രിക്കറ്റ് ലീഗിന്റെ KCL സംഘടിപ്പിക്കുന്ന പരിപാടി. ഈ പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുക്കുന്നുണ്ട്. ഈ KCLന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഓഗസ്റ്റ് 31 പരിപാടിക്കായി എത്തും എന്ന് തന്നെ നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന്റെ ഉദ്ഘാടന വേദിയിൽ മോഹൻലാൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ തന്നെ വലിയ പ്രതിസന്ധിയാണ് സിനിമാ രംഗത്തുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളിലും പ്രതികരിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ മോഹൻലാലിന്റെ പ്രതികരണത്തിനായി കേരളം കാത്തിരുന്നു. എന്നാൽ അതിനൊരു മറുപടി ലഭിക്കാത്ത സാഹചര്യമായിരുന്നു. അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെച്ച് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മോഹൻലാൽ ഇന്നൊരു പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കാൻ എത്തുന്നു എന്നറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും മോഹൻലാൽ 3 പരിപാടികളിലാണ് ഇന്ന് പങ്കെടുക്കുന്നത്. അതിൽ ഒന്ന് KCL പ്രസ് മീറ്റ് ആണ്. KCLുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നു. അതോടൊപ്പം തന്നെ ബേബി ജോൺ അനുസ്മരണം സുബ്രഹ്മണ്യൻ ഹാളിൽ തിരുവനന്തപുരത്ത് തന്നെയാണ്, ഇതിനടുത്ത് തന്നെയാണ്. മോഹൻലാൽ ഉച്ചയ്ക്ക് 2:30 ഉണ്ടാകും. അതോടൊപ്പം വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രിയുമായി ചേർന്നുള്ള ഒരു പരിപാടിയിലും മോഹൻലാൽ പങ്കെടുക്കുന്നുണ്ട്. ഈ 3 പ്രധാനപ്പെട്ട പരിപാടികളിലാണ് മോഹൻലാൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ നിന്നോ ജനങ്ങളിൽ നിന്നോ ഒളിച്ചു മാറാനുള്ള ഒരു സാഹചര്യം ഇതിലില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ തന്നെ കൃത്യമായ ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് നൽകിയേ പറ്റൂ, അല്ലെങ്കിൽ ജനങ്ങളോട് നൽകിയേ പറ്റൂ എന്നുള്ള സാഹചര്യമാണ് മോഹൻലാലിന് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഇന്ന് ഉച്ചയ്ക്ക് തന്നെയുണ്ട്. ഹയാത്തിൽ നടക്കുന്ന പരിപാടിയിൽ മോഹൻലാൽ മാധ്യമങ്ങളെ കാണും. KCLുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും സംസാരിക്കാൻ എത്തുന്നത്. എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് കൃത്യമായും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിലെങ്കിൽ അത് തരത്തിൽ ആ സിനിമാ മേഖല നേരിടുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടലുണ്ട്. അതിന് കൃത്യമായി മറുപടി തരേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും മോഹൻലാൽ അതിൽ പ്രതികരിക്കാൻ തന്നെയാണ് സാധ്യത. അത്തരത്തിൽ അത് കൃത്യമായ മോഹൻലാലിന്റെ അല്ലെങ്കിൽ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയുടെ നിലപാട് കൃത്യമായി ഇന്ന് അറിയാൻ സാധിക്കുമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ലിബീഷ്, വിഷ്ണു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുമൊക്കെ മലയാള സിനിമാ രംഗത്തെ ആകെ ഉലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മോഹൻലാൽ ഇന്ന് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ സ്വാഭാവികമായും ഉണ്ടാകും. KCLന്റെ പ്രസ് മീറ്റാണ്. ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ഈ പ്രസ് മീറ്റിന് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും മോഹൻലാലെ പോലെ ഒരു നടൻ ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഉണ്ടാകും. ഏതായാലും KCLന്റെ പരിപാടിയിൽ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപ് തന്നെ നടൻ മോഹൻലാൽ ഇതിന്റെ പരിപാടിയിൽ ഇന്ന് ഉദ്ഘാടനം ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പുണ്ടായിരുന്നു. അതായത് ഏകദേശം 1 മാസത്തോളമായി മോഹൻലാൽ ഈ പരിപാടിയിൽ എത്തും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡർ കൂടി ആയതുകൊണ്ട് മോഹൻലാലിന് എത്തേണ്ട സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു നിയന്ത്രണമുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം ാക്കിയിട്ടുണ്ട്. ഏതായാലും മാധ്യമങ്ങൾക്ക് പ്രത്യേക ക്ഷണമുള്ള ഒരു പരിപാടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ മോഹൻലാൽ കൃത്യമായി കാണുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ആ ഒരു പരിപാടിയിലാണ് ഇന്ന് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട മറുപടിയും ലഭിക്കാൻ പോകുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ്. ഏതായാലും മോഹൻലാൽ കൃത്യമായ ഒരു പ്രതികരണം നൽകും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് കേരളം കാത്തിരിക്കുന്നത്. ലിബീഷ്.